ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. രാവിലെ നീറ്റ് കൂളിയൊക്കെ കഴിഞ്ഞു. മോളൊന്നും നീറ്റിട്ടില്ല, ടൈം ആവണുള്ളൂ. 6:45 കഴിഞ്ഞിട്ട് 6:30 ആവായിട്ടുള്ളൂ. പിന്നെ മോനിവിടെ ഇല്ല, അമ്മയുടെ അടുത്താണ്. അപ്പോൾ രാവിലത്തെ ചായ പരിപാടി കാര്യങ്ങൾ വേണം. അവൾക്ക് ചോറ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് സ്കൂളിലേക്ക്. ചപ്പാത്തി പാക്കറ്റാണ് കൊടുത്തിട്ടുള്ളത് നല്ല രാത്രി അവർ വരുമ്പോൾ. അപ്പോൾ അതിലേക്കൊരു കിഴങ്ങും ഉള്ളിയും തക്കാളിയും കുറച്ചൊരു സംഭവങ്ങളുള്ളത് കൂടെ ഇട്ടിട്ട് നമുക്കൊരു മസാലക്കറി പോലെ റെഡിയാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ കഴിക്കാനും കൊണ്ടുപോകാൻ ആൾക്കത് മതി. ചോറിനെക്കാട്ടിലും തൃപ്തി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഒരു വ്ളോഗാണ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയ്ക്ക് കിടക്കാം. ഇത് ഞാൻ ഓൾറെഡി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നുറുക്കാനുള്ള പണിയുള്ളൂ. അത് നുറുക്കിയിട്ട് പെട്ടെന്ന് കറിയാക്കാം. പിന്നെ ചപ്പാത്തി ലാസ്റ്റ് ചുടുകയും ചെയ്യാം. ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഒന്ന് ചെറുതും ഒന്ന് വലുതോ അത് മതിയാവും. 3 ആളല്ലേ ഉള്ളൂ നമ്മൾ, ധാരാളം. ഇതൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്യട്ടെ കേട്ടോ. പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കി പരിപാടി കാണാം. ഞാൻ ഒരു വിധമൊക്കെ തലേ ദിവസം അരിഞ്ഞ് പെറുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അതാകുമ്പോൾ പിന്നെ രാവിലേക്ക് കൂടുതൽ തിരക്ക് വരില്ല. അങ്ങനെ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ അതിനുള്ള ടൈം കിട്ടിയില്ല. ഞാൻ വിചാരിച്ചു ചോറ് കൊണ്ടുപോകാമല്ലോ. അപ്പോൾ ഒരു ഉപ്പേരി ബീട്രൂട്ട് ഇരിക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കാം, ചമ്മന്തി അരയ്ക്കാം എന്നൊക്കെയാണ് വിചാരിച്ചത്. രാവിലത്തേക്കുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ റവ ഉപ്മാവ് അവൾക്ക് പറ്റൂല്ല അധികം. പിന്നെ അത് കൊണ്ടുവന്നപ്പോൾ പ്ലാൻ ഇങ്ങോട്ട് മാറ്റി. അരിയിലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് കിഴങ്ങ് കുക്കറിലിട്ടിട്ട് പെട്ടെന്ന് വേവിച്ചെടുക്കാം. ഇതൊക്കെ ഒന്ന് വഴറ്റിയിട്ട് പിന്നെ മസാലപ്പൊടി ഇട്ടിട്ട് ചേർക്കേണ്ട ആവശ്യമുള്ളൂ. അതിന് മുന്നേ ഞാനൊരു ഗ്ലാസ് ചായ വെക്കട്ടെ. എനിക്ക് രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടില്ലെങ്കിൽ ഒരു എനർജി കുറവാണ്. ആ ഒരു ഗ്ലാസ് ചായയിൽ ഞാനൊരു 11 മണി 11:30 വരെയൊക്കെ പിടിച്ച് നിൽക്കും. എന്നിട്ട് പിന്നെ ഒക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുള്ളൂ. നമുക്കിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ കൊണ്ടുപോകാനുള്ള പാത്രങ്ങളും കാര്യങ്ങളും റെഡിയാക്കാണ്ട്, അതിലേക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കാണ്ട്, ക്ലീനിങ് ഉണ്ട്, ഉച്ചയ്ക്കത്തെ ഫുഡും കാര്യങ്ങളും. അപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഓരോന്ന് കഴിയട്ടെ വെച്ചിട്ട് നിൽക്കും. അത് ഒട്ടുമിക്ക അമ്മമാരും അങ്ങനെ തന്നെയാവും. രാവിലെ എനിക്ക് ചായ കുടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചായ വെച്ചാൽ പലഹാരം കൂട്ടി കഴിക്കാം. അപ്പോൾ എന്താ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ വെച്ചാൽ അത് കഴിക്കാൻ ഒരു 10 മണി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഇറങ്ങുള്ളൂ. അല്ലെങ്കിൽ ആ ചായ കൊണ്ട് ഒരു 11 മണി 11:30 വരെയൊക്കെ 11 മണി വരെയൊക്കെ ഞാൻ പിടിച്ച് നിൽക്കും. അപ്പോൾ നമുക്ക് ചായ വയ്ക്കാം ആദ്യം. അത് ഒരു അടുപ്പത്ത് ഇതിൽ നമുക്ക് കുക്കറിൽ കിഴങ്ങും വയ്ക്കാം. കിഴങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ കുക്കറിൽ. കിഴങ്ങിട്ട് കൊടുത്തു. ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ബാക്കിയൊക്കെ നമുക്ക് വഴറ്റുമ്പോൾ ചേർത്ത് കൊടുക്കാം പൊടിയൊക്കെ. കിഴങ്ങിൽ ഉപ്പിട്ടിട്ടില്ലെങ്കിലും കിഴങ്ങിൽ പിടിച്ചില്ലെങ്കിലോ വിചാരിച്ചിട്ടാട്ടോ. അപ്പം ഇതാവട്ടെ. അതാവുമ്പോഴേക്കും നമുക്ക് കട്ടൻ ചായ കുടിക്കാനുള്ളൊരു സമയമുണ്ട്. കട്ടൻ ചായ കുടിക്കുമ്പോഴേക്കും ഇതൊക്കെ റെഡിയാവും. പിന്നെ അതൊന്ന് വഴറ്റാനുള്ള പണിയുള്ളൂ. പിന്നെ അവൾക്കുള്ള ചപ്പാത്തി ചൂടോടെ ഉണ്ടാക്കാം. അവർക്ക് നീക്കുമ്പോഴേക്കും മതി, ഞാൻ കുടിക്കുമ്പോഴേക്കും മതി. പിന്നെ ബാക്കി 2 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ, അത് മതി. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ചട്ടി വയ്ക്കാം. ഇതെല്ലാം നമ്മൾ വഴറ്റി സെറ്റായി കഴിഞ്ഞ് മസാല ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി റെഡിയായി. കയ്യിലിട്ടിട്ടെ കേട്ടോ. ഇതിൻ്റെ ഇടയിൽ 1/2 ഗ്ലാസ് ചായ കൂടെ കുടിക്കട്ടെ. എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വഴറ്റാനുള്ള ഉള്ളി ഇതൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം.
ചെറിയൊരു പട്ട, ഒരു ഏലക്ക, ഒരു 2 ഗ്രാമ്പൂ, അത്രയും മതി. അതൊന്നിട്ട് പൊട്ടിക്കാം. അത് പൊട്ടി വരുമ്പോൾ വെള്ളുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഒരുമിച്ചിട്ട് അതൊന്നും വഴറ്റാം കേട്ടോ. പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളക് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഈ 3 കൂടെ നല്ലോണം ഒന്ന് വഴണ്ട് വരട്ടെ. ഇത്തിരി ഉപ്പ് കൂടെ ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. ഒരു 2 വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിത് ഒന്ന് വഴണ്ട് വരട്ടെ. നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒരു വലിയൊരു തക്കാളിയും കൂടെ ചേർത്തിട്ട് അതൊന്ന് വേവട്ടെ. തക്കാളി ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. തക്കാളി വെന്തതിന് ശേഷം നമുക്ക് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെന്ത ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലോണം വെന്തു കേട്ടോ. ഞാൻ അതിനകത്തേക്ക് പൊടി ഇട്ട് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല കേട്ടോ. ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ, അത് മൊത്തം തട്ടി കൊടുത്തു. ഇനി പൊടിയൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കിഴങ്ങിട്ട് കൊടുക്കാം കേട്ടോ. കിഴങ്ങുണ്ട് കേട്ടോ. ഒന്ന് ഉടച്ച് കൊടുത്തിട്ടാണ്, ഉടച്ച് ചേർത്താലാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്കൊരു കയ്യിലോട്ട് ഒന്ന് കുത്തി ചതയ്ക്കാം. മസാലയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കിഴങ്ങ് ഉടച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നല്ലോണം തിളക്കട്ടെ. കറി റെഡിയായി. മല്ലിച്ചപ്പും കൂടെ വിതറിയിട്ട് മാറ്റാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. കറി നല്ല ചിക്കൻ കറിയുടെ പോലുള്ള ഒരു മസാലക്കറിയാണ്. ചോറിനും നല്ല ടേസ്റ്റ്. ചൂടുള്ള ചോറും ഇതൊരു പപ്പടവും ഒരു നാരങ്ങാച്ചാറും ഉണ്ടെങ്കിൽ സെറ്റാണ്. വേറെ ഒന്നും വേണ്ട. പിന്നെ അടിപൊളി കറി കേട്ടോ. ചപ്പാത്തിയും കറിയൊക്കെ റെഡിയായി. ചപ്പാത്തിയൊക്കെ ചുട്ടിട്ടുണ്ട്, കറിയുണ്ട്. ഇനി ഇത് അവൾക്ക് കൊണ്ടുപോകാനാക്കണം. കഴിക്കാൻ നേരമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം എങ്ങനെയും കഴിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇത് പാക്കാക്കി കൊടുക്കുകയും ചെയ്യണം. നമുക്കിവിടെ ഒന്ന് ക്ലീൻ ആക്കി ഇടട്ടെ. 2 മതിയോ? 3 വെക്കാൻ ആർക്കേലും വേണമെങ്കിലോ? 3 വെക്കണ്ട, കളയരുത് കേട്ടോ. ഇതിലാക്കാം കേട്ടോ. ചൂടാറാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് വലിയ ചൂടൊന്നുമില്ല. ഫുഡ് റെഡി കേട്ടോ. കൊണ്ടുപോകാനുള്ള ഇതൊന്നൊരു കവറിലാക്കിയിട്ട് കെട്ടി കൊടുക്കട്ടെ. പൊന്നതാട്ടോ, അങ്ങോട്ട് കഴിച്ച. അപ്പോൾ രാവിലത്തെ മോളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അവൾ സ്കൂളിൽ പോയി. ചായ കുടിക്കാനൊന്നും നിന്നിട്ടില്ല, കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. ചപ്പാത്തിയും കറിയും കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല അതാ കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ അവൾ പോയി. ഇനിയിപ്പോൾ അവർ നീറ്റിട്ട് നമ്മുടെ വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇറക്കി അത് ക്ലീൻ ആക്കണം. പാത്രങ്ങൾ അതിലത്തെ കഴുകി റെഡിയാക്കി കൊടുക്കാനുണ്ട്. ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഞാനത് കഴുകുന്നതിന് മുന്നേ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് സെറ്റാക്കി വെക്കും. ഇല്ലെങ്കിൽ പിന്നെ നേരത്തെ പോകാനാണെങ്കിൽ ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഫുഡിൻ്റെ പരിപാടി നോക്കും. പിന്നെ പോയിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുള്ളൂ. ചില ദിവസം ഞാൻ രാത്രിയിൽ വൈകുന്നേരമാണ് മിക്കത് അടിച്ചൊരു തുടച്ചിടാറ്. അപ്പോൾ പിന്നെ രാവിലെ ഈ ബഹളവും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ ഉച്ചയാകുമ്പോഴേക്കും തുടച്ചിട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ എന്തായാലും തുടച്ചിടണം, ക്ലീൻ ആക്കിയിടണം. അടിച്ചു വരാണ്ട് തുടയ്ക്കാനുണ്ട്, മുറ്റമൊന്ന് അടിച്ചു വരാനുണ്ട്.
അങ്ങനെയുള്ള അല്ലറ ചില്ലറല്ല ഇനി പരിപാടി കിടക്കുകയാണ്. അതുവരെ കുറച്ചൊരു സമയമുണ്ട്. ആ സമയം കൊണ്ട് എനിക്ക് മുറ്റടിക്കാനുണ്ട്, ബാക്കിലും അവിടെ അടിക്കാൻ ഇനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലത്തെ കുറച്ച് പാത്രങ്ങൾ കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാണ്ടോ. ഞാൻ പെട്ടെന്ന് മുറ്റടിക്കാൻ നിന്നു കേട്ടോ. മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു. അതുകൂടെ കഴുകി വെച്ചിട്ട് പിന്നെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. ചായ കുടി കഴിഞ്ഞിട്ടാണ് പിന്നെ വാർപ്പിൻ്റെ മേലായിരുന്നു മുരിങ്ങയില പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോയി. മുരിങ്ങയില പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. അതിൻ്റെ മേലെ മുരിങ്ങ മരം ഉണ്ട്. അപ്പുറത്തെ വീട്ടിലെ താത്താൻ്റെയാണ്, പൊട്ടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. ഈ വീടും നമ്മുടെ എല്ലാം റെൻറ്റിനാണ് കേട്ടോ. അപ്പോൾ മുരിങ്ങയില നമുക്ക് ആവശ്യമുള്ളത് അവിടെ നിന്ന് പൊട്ടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മുരിങ്ങയില പൊട്ടിച്ചിട്ട് ഇതാ നിൽക്കുന്നു കേട്ടോ. കാണുന്നുണ്ടോ? ഇവിടുന്ന് ആവശ്യത്തിന് നമുക്ക് കുറച്ച് പൊട്ടിച്ചാൽ ഇന്നിപ്പോൾ ഒരു നേരത്തിന് മതി കറി. മുരിങ്ങയും പരിപ്പും കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. മുരിങ്ങയില പൊട്ടിച്ചിട്ട് പോവാം. വെയിലാകുമ്പോഴേക്കും ഇത് പൊട്ടിച്ച് വെക്കാമല്ലോ ചേട്ടാ. ഒരു പിടി കിട്ടിയിരുന്നു, ഇത് മതി. ചായ കുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ കറണ്ട് പോയി, ഫോൺ ഓഫായി. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയിലുള്ള പാത്രം കഴുകലും കാര്യങ്ങളൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ എന്താക്കി വെച്ചാൽ കറണ്ട് എപ്പോഴാണ് വരാമെന്ന് എനിക്ക് അറിയില്ലല്ലോ. അപ്പം ഞാൻ ചോറ് വെച്ചു. അതിൻ്റെ ഇടയിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. വണ്ടിയിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് അവർ പോയി, നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കറണ്ട് വന്ന് ഞാൻ കുറച്ച് നേരം കുത്തി വെച്ചിട്ട് ബാക്കി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നമുക്ക് കറി വെക്കാനേ ഉള്ളൂ. കറി വെക്കാനുണ്ട്, അടിച്ചു വാരി തുടയ്ക്കാണ്ട്. അപ്പോൾ അടുക്കളയിലുള്ള ഫുഡിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ അടിച്ചു വാരി തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അവർ പോണതിൻ്റെ മുന്നേ ചെയ്തിട്ട് കാര്യമില്ല. അവിടെ ആകെ അലങ്കോലാവും. വണ്ടിയിൽ നിന്ന് പാത്രം ഇറക്കലും ഇവിടുന്ന് അങ്ങോട്ട് കയറ്റലും വെള്ളം നിറയ്ക്കലൊക്കെ കൂടെ ആയിട്ട് ബഹളാവും. അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അടിച്ചു വാരി തുടയ്ക്കലൊക്കെ അപ്പം ചെയ്യാം. പരിപ്പ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. നോക്കുമ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ അത് മതി, നമുക്ക് 3 പേർക്കല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ പിള്ളേർ രാത്രി വന്നിട്ടല്ലേ കഴിക്കും, ഉച്ചയ്ക്കല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ അത് തികയും, എന്തായാലും ഉണ്ടാവും, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഈ പരിപ്പിട്ട് വേവിച്ചിട്ട് നമുക്ക് മുരിങ്ങയില ഇട്ട് ചെറിയൊരു കറി താളിപ്പ് പോലെ അങ്ങനെ ചെയ്യാം. 2-3 ബീറ്റ്റൂട്ട് ഇരിക്കേണ്ട, അതുകൊണ്ട് ഉപ്പേരിയും വയ്ക്കാം. വേണമെങ്കിൽ ഒരു ചമ്മന്തിയും കൂടെ അരച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ കാര്യം അടിപൊളിയായി. അപ്പോൾ നമുക്ക് പരിപ്പ് കഴുകിയിട്ട്, പരിപ്പ് ഞാൻ കഴുകി വെച്ചു കേട്ടോ. ഇനി അതൊന്ന് വേവിക്കാം. അത് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് ബീറ്റ്റൂട്ട് ഉണ്ടാക്കാം. 3 ബീറ്റ്റൂട്ട് ഉണ്ട്. നമുക്ക് ഇതുകൊണ്ട് ബീറ്റ്റൂട്ട് ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോഴേക്കും അതാവട്ടെ, അത് നിറച്ച് വയ്ക്കാം കേട്ടോ. ഇന്നൊരു നട്ട തിരിഞ്ഞ ദിവസമാണ്. കറണ്ട് പോയപ്പോൾ ഒരു കാര്യം വിചാരിച്ച പോലെ നടന്നില്ല. ഇതിപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് എല്ലാ പണിയും കഴിയണത്. വീഡിയോ എടുക്കാവുമ്പോൾ അത് കുറച്ചും കൂടെ കൂടും. കറണ്ടും ഇല്ലാത്തപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല. അപ്പം ഞാൻ എന്തായാലും ചോറ് വയ്ക്കണം. ഇപ്പോൾ കാണിക്കേണ്ട കാര്യമില്ലല്ലോ എന്നല്ല, അത് പിന്നെ ചോറ് അങ്ങോട്ട് ആയിക്കോട്ടെ, ഇനി അത് നേരം വയ്ക്കണ്ട വിചാരിച്ചിട്ട് ചോറാക്കിയത് കേട്ടോ. ഇനി മെല്ലെ മതി. ആർക്കും പെട്ടെന്ന് ഫുഡ് കൊടുക്കണം എന്നൊന്നുമില്ലല്ലോ, എനിക്കല്ലേ. മെല്ലെ നോക്കിയാൽ മതി. ഇത് കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് മേല് കഴുകി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പറ്റണ പോലെ എഡിറ്റിങ്ങും കാര്യങ്ങളും മോള് വരുമ്പോഴേക്കും അത് നോക്കണം. പിന്നെ അവളാട്ടോ എഡിറ്റ് ചെയ്യാറ്. എനിക്കറിയണ പോലെ ഞാൻ ചെയ്ത് വയ്ക്കും. പിന്നെ ബാക്കിയൊക്കെ അവൾ വന്നിട്ട് ചെയ്യും. ബീട്രൂട്ടൊക്കെ തോല് കളഞ്ഞിട്ട് ഞാൻ അരിയാൻ വേണ്ടിയിട്ട് നിന്നിട്ട്, അപ്പം എൻ്റെ അടുത്ത് ചോപ്പർ ഉണ്ടായിരുന്നു. ചോപ്പർ അത് പൊട്ടി, 1-2 വാങ്ങിയിട്ട് അതൊക്കെ പൊട്ടി പെട്ടെന്ന് നാശമായി. ഇത് മുന്നേ ഞാൻ വാങ്ങിയതായിരുന്നു കേട്ടോ. പക്ഷെ ഇതിനൊരു അടപ്പൂടെ ഉണ്ട്, അതിൻ്റെ മിസ്സായി പോയി. അത് എവിടെയാണെന്ന് അറിയില്ല. അടങ്ങി വീട്ടിലുള്ളവർക്ക് അറിയാൻ പറ്റും. ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് കൂടും കിടക്കെടുത്ത് മാറുമ്പോൾ കുറേയൊക്കെ നമ്മുടെ ഇത് മിസ്സായി പോവും. അങ്ങനെ എവിടെയോ മിസ്സായത്. അപ്പം ഇതിൽ ഇട്ടിട്ട് ഇനിയിപ്പോൾ ഇങ്ങനെ അരിയണേക്കാട്ടും നല്ലത് ഇതിലിട്ട് ഇങ്ങനെ കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നാവും. അപ്പം ഇതിലിട്ടിട്ട് ചെയ്യാതെ വിചാരിച്ചു. അപ്പം ഇത് കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഉപ്പേരിക്കരിയിൽ കഴിഞ്ഞു. ഇനി ഇത് വെന്ത് പരിപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ചീരയ്ക്ക് 2 തളട ആവശ്യമുള്ളൂ. ഓവറായിട്ട് കുക്കാറുണ്ട്, അത് പെട്ടെന്നാവുമല്ലോ. എന്നിട്ട് ചെറുള്ളി അരിഞ്ഞിട്ട് നമുക്ക് വറുത്തിട്ടിട്ട് എനിക്ക് മുരിങ്ങക്കറി ഭയങ്കര ഇഷ്ടമാണ്. മുരിങ്ങയും പരിപ്പും എല്ലാം ഇഷ്ടമാണ്. എന്നാലും വേറെ ഒന്നും ഇപ്പോൾ ഇറച്ചി മീനൊന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, കേട്ടത്. പിന്നെ ഒരു ചമ്മന്തി, മുളകും പുളിയും ഉള്ളിയൊക്കെ മുളക് ചുട്ടിട്ടുള്ള ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണമെന്നില്ല കേട്ടോ. പരിപ്പ് വേവാറായപ്പോൾ അതിലേക്ക് നമുക്ക് 2 പച്ചമുളകും നുറുക്കിയിട്ട് കൊടുക്കാം. ഉപ്പ് ലേശം ഉപ്പിടാം. മഞ്ഞൾപ്പൊടി ഒരു നുള്ള്, മുളക് പൊടി അത് മതി.
എന്നിട്ട് ചെറിയ ഉള്ളിയിൽ മൂപ്പിച്ചാൽ അത്ര മതി. നമ്മൾ നാളികേരം അരക്കണില്ല കേട്ടോ അതിനകത്ത്. മുരിങ്ങക്കറി വയ്ക്കാൻ പിന്നെ എല്ലാവരും പറയുന്ന കാര്യമല്ലേ, ഒട്ടുമിക്ക ആൾക്കാരും ഇഷ്ടമുള്ള ആൾക്കാരും അല്ല, ആൾക്കാർക്കും ഇഷ്ടമുള്ളൊരു കറിയാവും മുരിങ്ങക്കറി. ഇഷ്ടമില്ലാത്തവർ ചുരുക്കം, ഞാൻ എൻ്റെ അറിവിലുള്ള എനിക്ക് അറിയുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടമാട്ടോ. ഞാൻ ഇഷ്ടമില്ലാത്തവരും ഉണ്ടോയെന്ന് അറിയില്ല. ഇനി ഇതും കൂടെ ചതയ്ക്കാം. നമുക്ക് ഉപ്പേരിക്കുള്ള ഉള്ളിയും മുളകും കൂട്ടാം. ഉള്ളിയും മുളകും പച്ചമുളകും ഒരു 2 വെളുത്തുള്ളിയും കൂടെ ഉണ്ട് കേട്ടോ. പരിപ്പ് വെന്തു കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് മുരിങ്ങേണ്ട ഇട്ട് കൊടുക്കാം. കഴുകി വെച്ചതാണ് ഞാൻ. വെള്ളം കണ്ടോ, മുരിങ്ങേണ്ട കഴുകി വെച്ചാണേ. അപ്പം അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി ആ മുരിങ്ങേണ്ട വേവണ വരെ ഒന്ന് അടച്ചു വെക്കാം. അത്രയേ ഉള്ളൂ. കടുകിട്ട് പൊട്ടി ഇതൊന്ന് മൂക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് കറിക്കുള്ള ഉള്ളി അരിഞ്ഞ് വെക്കാം. അത് കഴിഞ്ഞപ്പോഴേക്കും ഉപ്പേരിക്കുള്ള ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ടായിരുന്നു. ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പും ഇട്ട് ഞാനതൊന്ന് അടച്ചു വെച്ചു. ചെറിയ തീയിൽ അങ്ങനെ കിടന്നിട്ട് അത് വേവട്ടെ. അപ്പോഴേക്കും നമ്മുടെ പരിപ്പും മുരിങ്ങയും കൂടെ കറി ആയിട്ടുണ്ടായിരുന്നു. അത് ആ ചെറിയ ഉള്ളിയിലും കൂടെ ഒന്നും കൂടെ താളിച്ചിട്ട് അത് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും കറിയുടെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഉപ്പേരിയായി, കറിയായി. ഇനി നമുക്ക് ചമ്മന്തിയാണ് അരയ്ക്കാണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ ചമ്മന്തി അരയ്ക്കാനുള്ള പരിപാടിക്ക് നിൽക്കുകയാണ്. ചമ്മന്തിക്ക് വറ്റൽമുളകും ചെറിയുള്ളി വെളുത്തുള്ളി പുളി, ഇത് പുളിയല്ലാത്ത ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. വറ്റൽമുളകൊന്ന് ഇതൊക്കെ കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഒരകല്ലേ, നമ്മൾ ഇടിമുട്ടിയില്ലേ, ഇടിക്കണ ഈ മുട്ടിയിൽ വെച്ചിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വറ്റൽമുളകും ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിലെല്ലാം കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതെടുത്തൊന്ന് മാറ്റി വെച്ചു. ഒന്ന് മൂത്താൽ മതി. അതൊന്ന് ചൂടാറാൻ മാറ്റി വെച്ചിട്ട് ഞാൻ അവിടെയൊക്കെ അപ്പാടെ കൈയോടെ തുടച്ച് വൃത്തിയാക്കി വെച്ചു. കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതും കൂടെ കഴുകി വെച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരക്കല്ലിൽ ഇട്ടിട്ട് ചമ്മന്തി റെഡിയാക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടിച്ചു വാരി തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്ക് നിന്നു. അവിടെയൊക്കെ ക്ലീനാക്കി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയേ ഉള്ളൂ. ഇന്നത്തെ ഉച്ച വരെയുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞു. ക്ലീനിങ് കഴിഞ്ഞു. ഒക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് മേലെ എഴുതി എന്നിട്ടാട്ടോ ഫുഡ് കഴിക്കാതിരിക്കണേ. ഇനി ഞാൻ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ വേറൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.